ഹായ് ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും കൽക്കി മൂവി കണ്ടു. ഇപ്പം കണ്ടത് തമിഴിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മലയാളം കണ്ട എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞിരുന്നു. എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് തോന്നിയത്. എനിക്കൊരു കാര്യം മനസ്സിലായത് കണ്ടത് മലയാളം ആയതുകൊണ്ടാണ്. കാരണം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ ഷെയർ ചെയ്തിരുന്നു. പടത്തിൽ കുറേ ഹോളിവുഡ് ഭാഗങ്ങൾ, ഒരുപാട് ഫിലിമിനെയൊക്കെ കോപ്പി ചെയ്തിട്ടുള്ള കുറേ ഭാഗങ്ങൾ അതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലൊരു മഹാവിസ്മയം തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അതിൽ കുറേ പേരൊക്കെ എൻ്റെ പോസ്റ്റിനിടയിലൊക്കെ വന്ന് കമൻറ്റ് ബോക്സിലിട്ട് ഇങ്ങനത്തെ പടം വേറെ കണ്ടിട്ടുണ്ടോ, മറ്റാണ് മറിച്ചാണ് വേണം എന്നൊക്കെ പറഞ്ഞു കേട്ട്. എനിവേ, അത് അവൻ്റെ കൾച്ചർ സംസ്കാരം, ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു. അപ്പോൾ ഈ പടം എനിക്ക് തമിഴിൽ വീണ്ടും കാണുന്നു. ഞാൻ പറഞ്ഞിരുന്നു തമിഴിൽ അല്ലെങ്കിൽ ഹിന്ദി എനിക്ക് ദഹിക്കില്ല, അതുകൊണ്ട് തമിഴിൽ കാണുമെന്ന് പറഞ്ഞിരുന്നു. തമിഴിൽ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. അല്ലെങ്കിൽ പടം എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായ കാരണങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതിന് മുമ്പ് ചെയ്തൊരു വീഡിയോ ഉണ്ടായാലും നോക്കി ഞങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇന്നലെ കണ്ട സമയത്ത്, തമിഴിൽ കണ്ട സമയത്ത് എനിക്ക് കോമഡിയൊക്കെ എന്തൊക്കെയെങ്കിലുമൊക്കെ ഒരു വർക്കൗട്ടായി തോന്നി. മലയാളത്തിൽ കണ്ട സമയത്തൊക്കെ സത്യം പറഞ്ഞാൽ ഇൻ്റർവ്യൂവിൽ അറിയാം പ്രഭാസിൻ്റെയൊക്കെ കോമഡി കണ്ടിട്ട് എത്ര സീരിയസ് ആയിട്ട് കാണുന്നൊരു മൂവിയാണിത്. അപ്പോൾ അതിൽ ആ കോമഡി ഡബ് ചെയ്തുള്ള രീതി മലയാളത്തിൽ കൊണ്ടുവന്നുള്ള രീതി കേട്ടോ. തമിഴിൽ കാണുമ്പോൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്തില്ല. അപ്പോൾ തെലുങ്കിൽ ഒന്നുകൂടി നന്നാവും. കാരണം തെലുങ്കിലേക്കാണ് ആ പടം എടുത്തുള്ളത്. പിന്നെ ബാക്കിയൊക്കെ നമ്മളത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്, മറ്റ് ലാംഗ്വേജിലേക്കൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. പാൻ ഇന്ത്യ മൂവി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് തെലുങ്ക് തന്നെയാണ്. അപ്പോൾ ആ തെലുങ്ക് ഫിലിമിലേക്ക് വേണ്ടി എടുത്ത സമയത്ത് ചിലപ്പോൾ അത് കറക്റ്റ് ആയിരിക്കാം. തമിഴിലൊന്നുകൂടി നന്നായിട്ടുണ്ട്, മലയാളത്തിൽ ശോകമായിരുന്നു. ഹൗസ്ഫുൾ ഷോസ് ഉള്ളത്. നിങ്ങൾ ഈ പടം കാണുന്ന ആളുകൾ ചിലർ പറഞ്ഞു ചേട്ടാ കഥ മനസ്സിലാവുമോ എന്ന് ചോദിച്ചു. കഥ മനസ്സിലാകാതിരിക്കില്ല കേട്ടോ, അത്ര കൺഫ്യൂഷൻ ആക്കുന്ന കഥയൊന്നുമല്ലത്. തൃശ്ശൂരാണെങ്കിൽ ശോഭ സിറ്റിയിൽ 4 ഷോ കളിക്കുന്നുണ്ട്. രാവിലെ ഉണ്ട്, രാത്രി 10:20 11:30 പകല് 10:30 2:30 4 ഷോ ഉണ്ട്. അപ്പോൾ തമിഴ് കാണാൻ പറ്റും, തമിഴ് കാണുക. ഇനി അറിയാത്ത ആൾക്കാർക്ക് മലയാളം കണ്ട്, മലയാളം ഒരുപാട് ആളുകൾ മലയാളം മൂവി തന്നെ കാണുന്നത്. അപ്പോൾ ആ രീതിയിൽ കാണുക. ആ പടം എനിക്ക് വേറെ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇപ്പം എല്ലാവരും കേട്ടോ, ഇപ്പം എല്ലാവരും ഇപ്പോൾ ദീപിക പദുക്കോണായാലും അമിതാഭ് ബച്ചനായാലും കമലഹാസനായാലും അന്നാബൻ, ഓൾ ക്യാരക്ടേഴ്സിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും, ശോഭന, എല്ലാവരും ഒരുപാട് പേരുകളുണ്ട്, ഒരുപാട് പേര് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ പേരുകൾ ദുൽഖർ. അപ്പോൾ ഇവരൊക്കെ നമ്മൾ തമിഴ് പറയുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഫീല് കിട്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ഒരുപാട് തമിഴ് ഫിലിമിൽ അഭിനയിച്ചിട്ടുള്ള ആളുകളാണ്. കമലഹാസൻ്റെ ഡബ്ബിങ് മാത്രമാണ്, അതും വലിയ മോശം തോന്നിയില്ല. ബാക്കി എല്ലാവരും കറക്റ്റ് തമിഴായിട്ട് ഫീൽ ചെയ്തു. ഒരു ഡബ് ചെയ്തുള്ള പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് വന്നില്ല. വേറെ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്ത് കണ്ടു. പടം ഹൗസ്ഫുള്ളായിരുന്നില്ല, 80% ആളുണ്ടായിരുന്നു. മലയാളം ഫുള്ളാണ്, തമിഴായതുകൊണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ തമിഴിൽ കാണാൻ ശ്രമിക്കുക. എന്തായാലും ഇതൊരു ഇന്ത്യൻ സിനിമയിലൊരു വിസ്മയം തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. ഞാൻ പറഞ്ഞ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നമ്മൾ ഒരുപാട് ഹോളിവുഡ് സിനിമകളുടെ കോപ്പി ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതൊരു നമ്മുടെ ഇൻഡസ്ട്രിയിലെ എക്സ്പെരിമെൻ്റ് തന്നെയായിരുന്നു. സക്സസ് ആയിട്ടുണ്ട്. ആ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു, ആളുകളെ ഏറ്റെടുത്ത് കഴിഞ്ഞു. വമ്പ ഹിറ്റിലേക്കാണ് പടം പോകുന്നത്. പക്ഷേ ഫസ്റ്റ് ഡേ കളക്ഷൻ എന്തായാലും സേഫാണ്. RRR സേഫാണ്, അതിനെ ബാധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. എനിക്കിത് ഒരു കാര്യം ഞാൻ പറയും, ഇത് ബാഹുബലിയുടെ റെക്കോർഡോ അല്ലെങ്കിൽ മറ്റുള്ള റെക്കോർഡുകളൊന്നും ഇത് തിരുത്താൻ പോകുന്നില്ല. എന്നാൽ ഇതൊരു ഇന്ത്യൻ സിനിമയിലൊരു മഹാവിസ്മയമായിട്ട് തന്നെ അവിടെ കിടക്കുന്നുണ്ട്. കാരണം ബാഹുബലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ മിനിറ്റ് നമ്മൾ എൻജോയ് ചെയ്ത് കാണേണ്ട സാധനം തന്നെയാണ്. അത് യാതൊരു സംശയമില്ല. ആ പടത്തിൽ ഓരോ മിനിറ്റ് നേരം നമ്മൾ അത്ര എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ളൂ. ഒരു മിനിറ്റ് പോലും ബോറടിക്കാനുള്ള പടത്തിലൊന്നുമില്ല. പക്ഷെ ഇതിൽ നമുക്ക് കുറച്ച് നേരമൊക്കെ കുറച്ച് ബോറടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഇതിൽ VFS ടെക്നിക്കൽ ടീം ഇതിൽ നിറസാന്നിധ്യമാണ്. അവർ പണിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 600 കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലവാക്കിയെന്ന ഫീല് തോന്നും. VFS വേറെ ലെവലാണ്. ഇതെനിക്ക് തോന്നിയ ഹോളിവുഡ് പടങ്ങളെക്കാൾ കിടപിടിക്കുന്ന അതിലപ്പുറം അതിക്ക് മേലെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടി. അതിൽ യാതൊരു സംശയമില്ല. VFS ടെക്നിക്കലി ക്യാമറയിലൊക്കെ ഡീറ്റെയിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടൊക്കെ കുറേ ടെക്നോളജിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സൗണ്ട്, കുറേ സംഭവങ്ങളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കുറേ അപ്ഡേഷൻസ് കൊണ്ടുവന്നുള്ള പടമാണിത്, സ്ക്രീനിൻ്റെ കാര്യങ്ങളായാലൊക്കെ. അപ്പോൾ അതൊക്കെ ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പടം കാണാൻ മാക്സിമം 3Dയിൽ കാണാൻ ശ്രമിക്കുക. 3D ആണ് ഏറ്റവും ബെറ്റർ. അതൊക്കെ നമ്മൾ എടുത്ത് പറയണം. പിന്നെ നമ്മുടെ സംവിധായകൻ ഒരു ഇങ്ങനത്തെ ഒരു പടം ഇത്രയും വിശ്വസിച്ച് ഇത്രയും പൈസ ഇറക്കിയ പ്രൊഡ്യൂസേഴ്സ് ഉള്ള പടങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ കണ്ട പടം അത് മഹാനദിയാന്ന് തോന്നുന്നു. എനിക്ക് മഹാനദി തന്നെ. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതൊക്കെ ഒരു ബഡ്ജറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം 600 കോടി രൂപ. ചിലപ്പോൾ അതിൽ കൂടുതലായിട്ടുണ്ടാവും, ചിലപ്പോൾ അത്ര കാണിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. അത്ര കോടി ഇറക്കിയിട്ട് ഈ ഡയറക്ടറെ
വിശ്വസിച്ച് അത്ര കോടി 600 കോടി രൂപ ഇറക്കി വിശ്വസിച്ച പ്രൊഡ്യൂസേഴ്സിന് നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. പിന്നെ ഇതൊരു തുടക്കമാണ് കേട്ടോ. ഇങ്ങനത്തെ പടങ്ങൾ ചെയ്ത് വന്നു തുടങ്ങിയ പിന്നെ ഇങ്ങനത്തെ ഒരുപാട് ഫിലിമുകൾ സംഭവിക്കും, അതിൽ യാതൊരു സംശയമില്ല. ഇനി ഇങ്ങനത്തെ ഒരുപാട് പടങ്ങൾ വരും. ഇതൊരു തുടക്കമാണ്, അതിൽ യാതൊരു സംശയമില്ല. അത് നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രിയിലേക്ക് തന്നെ വലിയൊരു കാൽവയ്പ് തന്നെയാണ്, അതിൽ യാതൊരു മാറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ നിന്നും നമ്മുടെ ദുൽഖർ ആയാലും ശോഭനായാലും അന്നാബെന്നായാലും പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടായില്ല, ചെറിയ ചെറിയ റോൾ, പേരൊന്നും എനിക്കറിയില്ല. അവരൊക്കെ വലിയ രീതിയിൽ പടത്തിൻ്റെ ഭാഗമായി ലോക ലെവലിൽ വരെയൊക്കെ അറിഞ്ഞു. ഇപ്പം ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്തതിൽ ഞാൻ പറഞ്ഞിരുന്നു ദുൽഖറിൻ്റെ റോള് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല, കാരണം ആളെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എന്ന് തോന്നിയിരുന്നു. ഇപ്പോൾ പലരും അങ്ങനത്തെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പലരും പറഞ്ഞിട്ടുണ്ട് ദുൽഖറിൻ്റെ റോള് സെക്കൻഡ് പാർട്ടിലുണ്ട്, സംഭവം ഇറുക്കുന്ന്, സംഭവം സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നീ അങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് പോകുന്ന സീനുണ്ട്. അപ്പോൾ അത് പ്രഭാസിന് അടുത്ത സ്റ്റെപ്പിൽ എന്തായാലും നല്ലവനാവും, ഉറപ്പാണ്. നല്ലവനാവുന്ന സമയത്ത് ദുൽഖറിൻ്റെ ഒരു കംബാക്ക് അവിടെ പ്രതീക്ഷിച്ചിട്ടൊരു മാസ് സാധനം പ്രതീക്ഷിക്കാം. അതിനുള്ളൊരു സാധനം അവിടെ കെടുക്കുന്നുണ്ട്, ഒരു പ്ലോട്ട് അവിടെ കെടുക്കുന്നുണ്ട്. തിരിച്ച് ചിലപ്പോൾ ഈ റോളിൽ ഇതിൽ തന്നെ അവസാനിച്ചു ഉണ്ടായിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഭാഗങ്ങളിലൊക്കെ പറഞ്ഞാൽ കമലഹാസൻ, പിന്നെ വേറെ 2-3 ക്യാമിയോ റോള് വരണം, കുറച്ച് 2-3 സസ്പെൻസ് ഉണ്ട്, ആരായിരിക്കും അത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അങ്ങനെ സംഭവിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു, കാരണം ദുൽഖറിൻ്റെ സ്റ്റാർ വാല്യൂ വെച്ചിട്ട് ഇനി നമ്മളെ മലയാള ഇൻഡസ്ട്രിയിൽ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള സാധനങ്ങൾ അതിലുണ്ട്. അപ്പോൾ അതും പറയാം. അതിനെക്കുറിച്ച് കുറേ അധികം പേര് നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് പ്രതികരിച്ചിരുന്നു. ഞാനൊരു പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്. നമുക്ക് പടം കാണുക, അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ മനസ്സിലായ കാര്യങ്ങൾ പറയാത്രേ ഉള്ളൂ. അപ്പോൾ അത് ഒരാളെ പേഴ്സണലി ഒരു നടനെ എന്താ പറയുക മോശമാക്കാനൊന്നല്ല. നമ്മളാളെ നല്ല പടങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദുൽഖറിൻ്റെ എല്ലാ പടങ്ങളും കണ്ടുള്ള ആളാണ് ഞാൻ. അവസാനം വന്ന് ഇംഗ്ലീഷ് മൂവീസ് വരെ, ഒരു ഹിന്ദി മൂവിയൊക്കെ നമ്മൾ കണ്ടുള്ള, കാണാത്ത ആളുകളുണ്ട് പലരും ഇവിടെ. അപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ് ചുപ്പ്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ചാനലിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ അത് ഷെയർ ചെയ്തെന്ന് മാത്രം. പിന്നെ പടത്തിൻ്റെ എല്ലാവരും ക്രൂ കാര്യങ്ങൾ സെറ്റ് എല്ലാ സംഭവമാണ്, വെച്ചൊന്നും പറയാനില്ല. നല്ല തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക. ഞാൻ ഒന്നും കൂടിയും കാണും വിത്ത് ഫാമിലി. എൻ്റെ മോന് പടം കാണണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒന്നും കൂടി കാണും. അപ്പോൾ ഞാൻ മിക്കതും ഇന്ന് കാണാനുള്ള മൂടില്ല, അടുത്ത ആഴ്ച കഴിഞ്ഞ് നല്ലൊരു സ്ക്രീൻ നോക്കിയിട്ട് പടം കാണും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ. അപ്പോൾ ഞാൻ പറഞ്ഞ് എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നമ്മുടെ അറിവ് വെച്ചിട്ട് മാത്രമുള്ള പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്, എൻ്റെ അറിവ് വെച്ച് മാത്രം, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രം, എൻ്റെ മാത്രം അഭിപ്രായം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ.